കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും 20 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, 28 ഗോദ്രേജ് എയർ കണ്ടീഷണറുകൾ, 28 ഗൃഹോപകരണ കോംബോ പാക്കുകൾ, കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും, ബമ്പർ സമ്മാനം 25 ലക്ഷം രൂപയുടെ സ്വർണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. പട്ടികജാതി ക്ഷേമ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കുക, പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലംസം ഗ്രാന്റ് കൃത്യമായി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ പട്ടിക മോർച്ച തൃശൂർ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. അർഹരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോഴും ആ വിഭാഗത്തിൽപ്പെട്ടവർ പിന്നോക്കാവസ്ഥയിൽ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയിട്ട് 80 വർഷം ആകുന്ന ഈ സാഹചര്യത്തിലും എന്തുകൊണ്ടാണ് അവരുടെ ഈ പിന്നോക്കാവസ്ഥ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുവാൻ ഈ കേരളത്തില് ഇക്കാലം അത്രയും ഒരു ഭരണ സംവിധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണമായിട്ട് കാണേണ്ടത്. നമുക്കറിയാം, കുട്ടികൾക്ക് ലഭിക്കാനുള്ള സ്കോളർഷിപ്പുകൾ അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്താതെ പോകുന്നു. അർഹരെ കണ്ടെത്തുവാനുള്ള മെക്കാനിസങ്ങൾ ഇവിടെ ഇല്ല. ഇത്രയും ഡിജിറ്റലി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും, ഭാരതം ഒന്നിച്ച് ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ഡാറ്റകൾ സമാഹരിച്ച് കൃത്യമായിട്ട് അവകാശികളെ കണ്ടെത്തി ആ അർഹരിലേക്ക് അവരുടെ അവകാശങ്ങൾ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ കേരളത്തിൽ ഇന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ബിജെപി നോർത്ത് ജില്ലാ പട്ടിക മോർച്ച പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി വിഭാഗങ്ങളുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും ഫണ്ടുകളും വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യോഗത്തിൽ ഉയർന്നത്. പ്രതിഷേധത്തിൽ ബിജെപി ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ, ജനറൽ സെക്രട്ടറി ബിനീഷ് KR, പട്ടിക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ദാമോദരൻ PK, വടക്കാഞ്ചേരി മണ്ഡലം പട്ടിക മോർച്ച പ്രസിഡന്റ് ബാബു അത്താണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. You are watching VCV News.